സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് ബേസ് തൊട്ട് നമ്മൾ ഒരു പ്രോബ്ലം വരെയായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിലൊരിക്കലും നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ SOM എന്ന് പറയുന്ന സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് പഠിക്കുന്ന സമയത്ത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത കുറേ ടോപ്പിക്സ് ഉണ്ട്. അതായത് നമ്മൾ തുടക്കത്തിൽ പഠിക്കുന്ന എന്താണ് ഇവിടെ കാണുന്ന ടൈപ്സ് ഓഫ് ഫോഴ്സുകൾ, അല്ലെ സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണ്, അതുപോലെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, കോമൺ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, അതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ മൈൽഡ് സ്റ്റീലിൻ്റെ മിനിമം എന്തായാലും മൈൽഡ് സ്റ്റീലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം പഠിക്കണം. നമുക്ക് എക്സാമിന് ഷുവറായിട്ടും 7 മാർക്കിന് സാധാരണ ഗതിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, പിന്നെ അതിൽ നമുക്ക് പിന്നെ പഠിക്കാണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നോക്കിയാൽ നമ്മുടെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, അതുപോലെ യങ്സ് മോഡുലസ് അഥവാ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, പിന്നെ ലാറ്ററൽ സ്ട്രെയിൻ, ലീനിയർ സ്ട്രെയിൻ, പോയിസൺസ് റേഷ്യോ, ഫാക്ടർ ഓഫ് സേഫ്റ്റി, പിന്നെ ഷിയർ റിജിഡിറ്റി മോഡുലസും അതുപോലെ ബൾക്ക് മോഡുലസും. അത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത് പോയ ടോപ്പിക്സാണ്. അപ്പോൾ ഒരിക്കലും ആ ഒരു ടോപ്പിക്ക് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് പഠിക്കാതിരിക്കരുത്. അത് പഠിച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിലെ ഒരു 90% മാർക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളായിട്ട് എല്ലാം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. നമുക്കിനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയിട്ടുള്ള ഒരു പ്രോബ്ലത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. അടുത്തൊരു പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ 7 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ്ലം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത് പഠിച്ചു. ഓക്കെ, ഇതിൻ്റെ ഏകദേശം ഇതുപോലത്തെ ഒരു പ്രോബ്ലം തന്നെ നമുക്ക് നെക്സ്റ്റും വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഈ ഒരു പ്രോബ്ലമാണ് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പ്രോബ്ലമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. എ ഹോളോ സിലിണ്ടർ 2 മീറ്റർ ലോങ്. അപ്പോൾ സിലിണ്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഷേപ്പ് അറിയാം അല്ലേ? സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ സിലിണ്ടർ എന്ന് പറയുന്നത് അല്ലേ? ക്രോസ് സെക്ഷൻ എന്തായിരിക്കും? സർക്കിൾ ഷേപ്പിലായിരിക്കും. അപ്പോൾ നമുക്കതിനെ സിലിണ്ടർ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഹോളോ സിലിണ്ടർ ഉണ്ട്. അപ്പോൾ ഹോളോ സിലിണ്ടർ എന്ന് പറയുമ്പോൾ അപ്പോഴും മനസ്സിലാക്കണം എന്താണ് ഹോളോ സിലിണ്ടർ ആകുമ്പോൾ നമുക്കറിയാവുന്ന പോലെ എന്തായിരിക്കും? മിഡിലിൽ ഹോൾ ഉണ്ടായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ട്യൂബ് പോലെയോ അല്ലെങ്കിൽ ഒരു പൈപ്പ് പോലെ ആയിരിക്കും അതിൻ്റെ രൂപം ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഹോളോ സിലിണ്ടർ എന്ന് പറഞ്ഞത്. അതായത് ഇത്രയും ഭാഗത്ത് എന്തായിരിക്കും? മെറ്റീരിയൽ ഉണ്ടായിരിക്കും. അത് നമ്മൾ ട്യൂബ് തന്നെ, അതായിരിക്കും ഹോളോ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നോക്കാം, ഹോളോ സിലിണ്ടർ 2 മീറ്റർ ലോങ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം 4 മീറ്റർ നീളമാണുള്ളത്. ഓക്കെ, ഇതിന് ഇവിടെ കാണിക്കാം, 4 മീറ്റർ നീളമുണ്ട്. ഹാസ് ആൻ ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് 50 mm അല്ലേ? അപ്പോൾ ഔട്ട്സൈഡ് ഡയമീറ്റർ 50 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ആൻഡ് ഇൻസൈഡ് ഡയമീറ്റർ ഓഫ് 30 mm. ഇൻസൈഡ് ഡയമീറ്റർ 30 mm ആണ്. അപ്പോൾ എന്താണ് ഔട്ട്സൈഡ് ഇൻസൈഡ് ഉദ്ദേശിക്കുന്നത്? ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ നോക്കുക, മൊത്തം വരുന്ന ഡയമീറ്ററാണ് ഔട്ട്സൈഡ് ഡയമീറ്റർ. ഓക്കെ, ഇവിടെ ഏറ്റവും എൻഡിൽ വരെ വരുന്ന ഡയമീറ്റർ 50 mm ആണ്. ഇനി എന്തായിരിക്കും ഇൻസൈഡ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ? ഇതിൻ്റെ അകത്ത് വരുന്ന ഹോളുണ്ടല്ലോ, ഈ ഹോളിൻ്റെ ഹോളോ പോർഷൻ്റെ ഡയമീറ്ററാണ് ഇൻസൈഡ് ഡയമീറ്റർ. അപ്പോൾ ഇത് 50 mm ആണ് ഔട്ട്സൈഡ്. ഇൻസൈഡ് എത്രയാണ്? 30 mm ആണ്. ഓക്കെ, ഇൻസൈഡ് ഡയമീറ്റർ 30 mm ആണ്. ഓക്കെ, ഇഫ് ദ സിലിണ്ടർ ഈസ് ക്യാരിയിങ് എ ലോഡ് ഓഫ് 25 kN. എന്ത് പറയുന്നു? ആ സിലിണ്ടർ ഒരു ലോഡ് ക്യാരി ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ മേലെ ഒരു ലോഡ് കയറ്റി വെച്ചതായി സങ്കല്പിക്കാം. ഓക്കെ, ഇതിൻ്റെ മേലെ നമ്മളൊരു ലോഡ് കയറ്റി വെച്ചിട്ടുണ്ട് വിചാരിക്കാം. ആ ലോഡിൻ്റെ വെയിറ്റ് എത്രയാണ്? അല്ലെങ്കിൽ ആ ലോഡ് 25 kN ആണ് ഉള്ളത് വിചാരിക്കാം. ഓക്കെ, ആ സിലിണ്ടറിൻ്റെ മേലെ, ഹോളോ സിലിണ്ടറിൻ്റെ മേലെ 25 kN വെയിറ്റ് കയറ്റി വെച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ്റെ ബാക്കി നോക്കാം. ഫൈൻഡ് ദ സ്ട്രെസ് ഇൻ ദ സിലിണ്ടർ. നമ്മൾ എന്ത് ചെയ്യണം? ആ സിലിണ്ടറിനകത്ത് ഡെവലപ്പ് ആവുന്ന സ്ട്രെസ്സ് നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഓൾസോ ഫൈൻഡ് ദ ഡിഫോർമേഷൻ. ഓക്കെ, അപ്പോൾ അവിടെ ഡിഫോർമേഷൻ ഫൈൻഡ് ചെയ്യണം. അതുപോലെ if the value of modulus of elasticity for the cylinder material is 100 GPa. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി നമുക്കറിയാം ആണ്. എത്ര തന്നിട്ടുണ്ട്? 100 GPa തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു സിലിണ്ടർ ഉണ്ട് അല്ലേ? സിലിണ്ടർ, അതായത് നമുക്കൊരു സിലിണ്ടർ ഹോളോ സിലിണ്ടർ ആണുള്ളത്. ഒരു ഹോളോ സിലിണ്ടർ, സെൻറ്ററിൽ ഹോളുണ്ട്. ഇതാണ് ഹോളോ സിലിണ്ടർ. അതിൻ്റെ ഡയമെൻഷൻ, പുറത്ത് ഡയമീറ്റർ എത്രയാണ്? 50 ആണ്. അകത്തെ ഡയമീറ്റർ 30 ആണ്. സിലിണ്ടറിൻ്റെ മേലെ ഒരു വെയിറ്റ് കയറ്റി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ആ വെയിറ്റ് 25 കിലോ ന്യൂട്ടറാണ് വെയിറ്റ് കയറ്റി വെച്ചുള്ളത്. ഓക്കെ, അതുപോലെ ആ സിലിണ്ടർ മെറ്റീരിയലിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി 100 ജിഗാ പാസ്കലാണ്. അപ്പം ഇങ്ങനെ വെയിറ്റ് കയറ്റി വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് രൂപപ്പെടുന്ന സ്ട്രെസ്സ് നമ്മൾ ഫൈൻഡ് ചെയ്യണം. അതുപോലെ തന്നെ ഡിഫോർമേഷനും അല്ലേ, ഏതൊക്കെയാണ് ഫൈൻഡ് ചെയ്യേണ്ടത്? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സിഗ്മ ഫൈൻഡ് ചെയ്യണം. അതുപോലെ ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ അല്ലെ, ചേഞ്ച് ഇൻ ലെങ്ത്ത്. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ ഫൈൻഡ് ചെയ്താൽ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ 7 മാർക്കാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് ഞാൻ ഇത്രയും പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റാസ് നമ്മൾ യൂണിറ്റ് കൺവേർട്ട് ചെയ്യാണ്ടാവും. അതായത് നമ്മൾ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്, സിലിണ്ടറിൻ്റെ ലെങ്ത്ത് 2 മീറ്ററാണ്. അപ്പോൾ നമുക്ക് 2 മീറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളിനെ MM-ലേക്ക് കൺവേർട്ട് ചെയ്യുക. കാരണം നമ്മൾ Nm/mm² ഒക്കെ ആയിരിക്കും നമുക്ക് ഫൈനൽ യൂണിറ്റ് കിട്ടേണ്ടത്. സോ അവിടെ മീറ്ററിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, MM-ലേക്ക് കൺവേർട്ട് ചെയ്യുക. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് മീറ്ററിനെ MM-ലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ 1000 എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ, 10⁻³ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1000 ആണല്ലേ, 10 × 10 × 10 അല്ലേ, രണ്ടും എന്താണ് ഈക്വലാണ്, 1000 ആണ്. അപ്പോൾ ഒന്നുകിൽ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മീറ്ററിനെ MM-ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും 2 മീറ്ററിനെ കൺവേർട്ട് ചെയ്തു 2 × 10⁻³ MM-ആക്കി. ഔട്ട് സൈഡ് ഡയമീറ്റർ 50 mm ആണ്. അവിടെ നമുക്ക് യൂണിറ്റ് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി MM-ലാണ്. പിന്നെ ഇൻസൈഡ് ഡയമീറ്ററും MM-ലാണ്, 30 mm ആണ്. പിന്നെ ലോഡ് തന്നിരിക്കുന്നത് 25 കിലോ ന്യൂട്ടനാണ്. അപ്പോൾ നമ്മൾ കിലോ ന്യൂട്ടൺ എന്ത് ചെയ്യാം, ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതായത് കിലോ ന്യൂട്ടനെ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 25 × 10⁻³ കിട്ടും, അത്രയും ന്യൂട്ടൺ. പിന്നെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, എന്താണ് 100 ജിഗാ പാസ്കലാണ്. അതിന് നമ്മൾ മെഗാ പാസ്കൽ അഥവാ Nm/mm² മാറ്റണം. ചെയ്ത് ചെയ്താൽ മതി 100 × 10⁻³ Nm/mm² ചെയ്യാം. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് സിഗ്മ അല്ലേ, സിഗ്മയും കാണണം. അതുപോലെ ഡിഫോർമേഷൻ ഡെൽറ്റ എല്ലും കാണണം. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും സിഗ്മ എങ്ങനെ കാണാം. സിഗ്മ എന്ന് പറഞ്ഞാൽ ലോഡ് ബൈ ഏരിയ ചെയ്താൽ നമുക്ക് സിഗ്മ കിട്ടും, അല്ലെങ്കിൽ സ്ട്രെസ്സ് കിട്ടും. സിഗ്മ എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സാണ് അല്ലേ. അപ്പോൾ നമുക്ക് ലോഡ് ബൈ ഏരിയ എന്ന് പറയുമ്പോൾ P നമുക്കറിയാം എത്രയാണ്, 25 × 10⁻³ മീറ്ററാണ്. ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏരിയ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഏരിയ എന്ന് പറഞ്ഞാൽ ആ സിലിണ്ടറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് കാണേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, സിലിണ്ടർ നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു സിലിണ്ടർ ആണെങ്കിൽ ഹോളോ സിലിണ്ടറാണ് അല്ലേ, ഹോളോ സിലിണ്ടർ. ഇവിടെ ഹോളുണ്ട്, അപ്പം ഒരു ട്യൂബ് പോലെ മനസ്സിൽ സങ്കല്പിക്കുക. ഓക്കെ, പിന്നെ ചുറ്റും തിക്നെസ് ഉണ്ടായിരിക്കും, മെറ്റീരിയൽ എന്തായിരിക്കും, ഇത്രയും ഭാഗത്താണ് മെറ്റീരിയൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ ഉള്ള ഭാഗത്തായിരിക്കും എന്ത് ചെയ്യുക, സ്ട്രെസ്സ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ശരിക്കും അതിൻ്റെ മേൽഭാഗം മാത്രം വരയ്ക്കാം. സിലിണ്ടറിൻ്റെ മേലെ നിന്ന് നോക്കുകയെന്ന് വിചാരിക്കാം. സിലിണ്ടറിൻ്റെ സെൻറ്ററിൽ ഹോളുണ്ട്. നമ്മൾ സിലിണ്ടറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഇങ്ങനെയാണ് കാണുക അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഏരിയ എങ്ങനെ കാണാം പറഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ സിലിണ്ടർ ടോപ്പ് വ്യൂ നോക്കുന്ന സംഭവമാണ് ഇങ്ങനെ അല്ലേ, ആ വ്യൂ ആണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ്റെ ഏരിയ എത്ര ആയിരിക്കും, നമുക്ക് സർക്കിളിൻ്റെ ഏരിയ എത്രയാണ് കാണാനുള്ള ഇക്വേഷൻ π/4 d² ആണ്. ഓക്കെ, സപ്പോസ് ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ d ആണെങ്കിൽ, അപ്പോൾ നമുക്കറിയാം സർക്കിളിൻ്റെ ഏരിയ കാണാൻ π/4 d² എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുക. അതായത് ഈ ഡയമീറ്റർ അല്ലേ, ഈ ഡയമീറ്റർ d ആണെങ്കിൽ, ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സർക്കിളിൻ്റെ ഏരിയ നമുക്ക് ഈ π/4 d² വെച്ച് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഈ സർക്കിളിൻ്റെ ഏരിയ കാണാൻ പറ്റും. ഓക്കെ, അതിൻ്റെ ഡയമീറ്റർ d വിചാരിക്കുക. അപ്പോൾ ഏരിയൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും, π/4 സ്മോൾ d² ആവും. ഓക്കെ, അപ്പോൾ ശരിക്കും നമുക്കിപ്പോൾ അവിടെ ഏത് ഏരിയയാണ് കാണേണ്ടത്, കാണേണ്ട ഏരിയ ഏതാണ്, നമുക്ക് സർക്കിളിൻ്റെ ഇവിടെ മാത്രമാണ് മെറ്റീരിയൽ വരുന്നത്, സർക്കിളല്ല സിലിണ്ടർ അല്ലേ. അപ്പോൾ സെൻറ്ററിൽ ഹോളാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഏരിയ ആണ് കാണേണ്ടത് അല്ലേ. അവിടുത്തെ ഏരിയ നമ്മളിങ്ങനെ കാണാം, ആലോചിച്ച് നോക്കുക. അതായത് ടോട്ടൽ സർക്കിളിൻ്റെ ഏരിയ എന്ത് ചെയ്താൽ മതി, ഈ ചെറിയ സർക്കിളിൻ്റെ ഏരിയ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ഞാനിവിടെ ഹാച്ച് ചെയ്ത കാണുന്ന ഭാഗത്തിൻ്റെ ഏരിയ കിട്ടും. അതായത് വലിയ π/4 d² എന്ത് ചെയ്യുക,
മൈനസ് π/4 സ്മോൾ ഡി സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ സർക്കിളിൻ്റെ അല്ലെങ്കിൽ ആ സിലിണ്ടറിൻ്റെ ഹാച്ച് ചെയ്ത ഭാഗത്തിന് മാത്രം ഏരിയ കിട്ടും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ആണെങ്കിൽ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം. കാരണം ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇതിൽ കോമൺ ആയിട്ട് ഇവിടെ π/4 ഉണ്ട്, ഇവിടെയും π/4 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ π/4നെ കോമൺ ആക്കി പുറത്തേക്ക് എടുക്കാം. അപ്പോൾ π/4 കോമൺ ആക്കി പുറത്തേക്ക് എടുക്കുക. ബാക്കി ആരൊക്കെയുള്ളത്? ക്യാപിറ്റൽ ഡി സ്ക്വയറും മൈനസ് സ്മോൾ ഡി സ്ക്വയർ. ഇത് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സർക്കിളിൻ്റെ അല്ലെങ്കിൽ ആ ഹോളോ സിലിണ്ടറിൻ്റെ ആ സർക്കിളിൻ്റെ അകത്ത് വരുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇതിനകത്ത് വരുന്ന ഈ ഏരിയ മാത്രം നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ വന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെസ് കാണാൻ എന്ത് ചെയ്താൽ മതി? P/A ചെയ്യാം. P നമുക്കറിയാം 25 × 10³ ആണ്. എ എന്ത് ചെയ്യുക? എ കാണാനായിട്ട് ഇതവിടെ നമുക്ക് π/4 × d² മൈനസ് സ്മോൾ d² ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഏരിയ 1257 കിട്ടും. പിന്നെ അത് വെച്ച് എന്ത് ചെയ്യുക? സിഗ്മ = നമ്മൾ പറഞ്ഞ P/1257 ചെയ്യുമ്പോൾ നമുക്ക് 19.9 N/mm² കിട്ടും. അഥവാ 19.9 MPa. രണ്ടും സെയിമാണ്. N/mm² MPa സെയിമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സിഗ്മ കണ്ടു, അല്ലെങ്കിൽ സ്ട്രെസ്സ് കണ്ടു. ഇനി നമുക്ക് എന്താ കാണാനുള്ളത്? നമുക്ക് ഡിഫോർമേഷൻ കാണണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് ഇക്വേഷൻ എന്തായിരിക്കും? ΔL = PL/AE. നമുക്ക് ഓരോ ടേംസും നോക്കാം. P നമുക്കറിയാം, L 2 മീറ്ററാണ്, A നമുക്കറിയാം, E അറിയാം. എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഫൈനലി ആൻസർ 0.4 mm കിട്ടും. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.